സ്വാഗതം. നമ്മൾ ഇന്ന് ദി ഹിന്ദു പത്രത്തിലെയും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും വിവരങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഇന്ത്യ മാലിദ്വീപ് ബന്ധം, അതിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ. പ്രധാനമായും അതാണല്ലോ വിഷയം. നിങ്ങൾ, അതായത് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും. ഈ വിഷയത്തിലെ പ്രധാന പോയിന്റുകൾ വേഗത്തിൽ മനസ്സിലാക്കുക. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ. അടുത്തിടെ പ്രധാനമന്ത്രി മോദിയുടെ മാലിദ്വീപ് സന്ദർശനം നടന്നു. അതോടെ ഈ ബന്ധത്തിൽ ഒരു വലിയ റീസെറ്റ് എന്ന് തന്നെ പറയാവുന്ന മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളാണ് പ്രസിഡന്റ് മുയിസു. അതെ, അദ്ദേഹത്തിന്റെ നിലപാടിലെ ഈ മാറ്റം അത് ശ്രദ്ധേയമാണ്. പോരാത്തതിന് ഈ വർഷം നയതന്ത്ര ബന്ധത്തിന് 60 വയസ്സാകുന്നു. അതും ഓർക്കണം. തീർച്ചയായും. ഈ മാറ്റത്തിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രസിഡന്റ് മുയിസു തന്നെ സമ്മതിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പുറത്തുനിന്ന് സഹായം വേണമെന്ന്. അത് ശരിയാണ്. അതേസമയം പ്രധാനമന്ത്രി മോദി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഇന്ത്യയുമായുള്ള നല്ല ബന്ധത്തിന് മാലിദ്വീപിൽ രാഷ്ട്രീയമായി എല്ലാവരുടെയും പിന്തുണയുണ്ടെന്നാണ്. ശരി. ആ പുതിയ ഡിഫൻസ് മിനിസ്ട്രി ബിൽഡിംഗ് പോലുള്ള സംയുക്ത പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നല്ലോ. അതും ഈ മാറ്റം കാണിക്കുന്നുണ്ട്. കൃത്യം. അതെല്ലാം സൂചനകളാണ്. അപ്പോൾ ഒരു UPSC പഠിക്കുന്ന ആളെന്ന നിലയിൽ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പ്രിലിംസിനും മെയിൻസിനും ശ്രദ്ധിക്കേണ്ടത്? അത് പറയാം. പ്രിലിംസിന് നോക്കുമ്പോൾ ചില കോർ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ. അതിൽ തന്നെ ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, അയൽപക്കത്തിന് മുൻഗണന. അതെ. പിന്നെ സാഗർ വിഷൻ, അതായത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും. ഓക്കേ. പിന്നെ തീർച്ചയായും മാലിദ്വീപിന്റെ സ്ഥാനം ഭൂമിശാസ്ത്രപരമായി എത്ര തന്ത്രപ്രധാനമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ കപ്പൽപാതകൾക്ക് SLOCക്ക് അടുത്ത് കിടക്കുന്നു എന്നത്. അതെ, ആ ജിയോ സ്ട്രാറ്റജിക് പ്രാധാന്യം. അതെ. ഇനി മെയിൻസിലേക്ക് വന്നാൽ ഇത് GS പേപ്പർ 2-ൽ വരും. ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഉഭയപക്ഷി കരാറുകൾ, റീജിയണൽ ഗ്രൂപ്പുകൾ, ഇതിന്റെയൊക്കെ ഭാഗമായി. ശരി. ഈ സാഗർ കാഴ്ചപ്പാടും മാലിദ്വീപിന്റെ ഈ പറഞ്ഞ സ്ഥാനവും തമ്മിൽ ബന്ധിപ്പിച്ച് ചോദ്യങ്ങൾ വരാം. വളരെ സാധ്യതയുണ്ട്. അപ്പോ മെയിൻസിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, മെയിൻസ് പെർസ്പെക്റ്റീവ് നോട്ട്സ് എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ ചൈന കാർഡ് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ. അതെ, അതാണ് ഒരു പ്രധാന വെല്ലുവിളി. ചെറിയ അയൽരാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ ചിലപ്പോൾ ഈ ചൈന കാർഡ് ഉപയോഗിക്കും. ഇന്ത്യ വിരുദ്ധ വികാരമുണ്ടാക്കാൻ ശ്രമിക്കും. കൃത്യം. മുയിസുവിന്റെ പഴയ ഇന്ത്യ ഔട്ട് പ്രചാരണവും ഇപ്പോഴത്തെ ഈ മാറ്റവും അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അയൽപക്ക ബന്ധങ്ങളിൽ ഇന്ത്യ സ്ഥിരമായി നേരിടുന്നൊരു പ്രശ്നമാണിത്. അപ്പോ ഈ റീസെറ്റ് എന്ന് പറയുന്നത് അത് മാലദ്വീപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചറിവാണോ, അതോ ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചതാണോ? എങ്ങനെ കാണാം? രണ്ടും ചേർന്നതാണെന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് മാലദ്വീപിന് മനസ്സിലായി, സാമ്പത്തികമായും സുരക്ഷാപരമായും ഇന്ത്യയെപ്പോലെ ഒരു വലിയ തൊട്ടടുത്തുള്ള രാജ്യത്തെ അങ്ങനെയങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ടൂറിസം, ഡെവലപ്മെന്റ് സഹായം, പിന്നെ കടൽ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ ഇന്ത്യ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറാണല്ലോ അവർക്ക്. ആ ഭൂമിശാസ്ത്രപരമായ അടുപ്പം, സാമ്പത്തിക ബന്ധം, വികസന പങ്കാളിത്തം, ഇതൊന്നും തള്ളിക്കളയാനാവില്ല. ശരിയാണ്. മറുവശത്തു നോക്കിയാൽ ഇന്ത്യ വളരെ ക്ഷമയോടെ, സ്ഥിരതയോടെ ഇടപെട്ടതിന്റെ ഒരു ഫലം കൂടിയാണിത്. പക്ഷേ വെല്ലുവിളികൾ ഇപ്പോഴും ഇല്ലേ? മാലിദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയം, ചൈനയുടെ സ്വാധീനം, അതൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, തീർച്ചയായുമില്ല. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങൾ മാറാം. ചൈനയുടെ സ്വാധീനമൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ തീവ്രവാദ ഭീഷണിയും കണക്കിലെടുക്കണം. അതൊന്നും മാറിയിട്ടില്ല. അപ്പോ ഈ പുതിയൊരു സാഹചര്യത്തിൽ മുന്നോട്ടു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേ ഫോർവേഡ് എന്തായിരിക്കണം ഈ ബന്ധമിങ്ങനെ ഒരു സ്ഥിരതയോടെ നിർത്താൻ? നോക്കൂ, ഈ റീസെറ്റ് നല്ല കാര്യമാണ്. പക്ഷേ ഇന്ത്യ ഒരു ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നതാണ് നല്ലത്. കാരണം ഭരണം മാറുമ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം സ്ഥിരമായ ഇടപെടലാണ്, കണ്ടിന്യൂസ് എൻഗേജ്മെന്റ്. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ജനങ്ങളുമായുള്ള ബന്ധം. അതെ. സാധാരണക്കാർക്ക് നേരിട്ട് ഗുണം കിട്ടുന്ന പദ്ധതികൾ, പീപ്പിൾ സെൻട്രിക് പ്രോജക്ട്സ്, അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അത് വിശ്വാസം കൂട്ടും. ശരി. പിന്നെ സുരക്ഷാ സഹകരണം, സമുദ്ര സുരക്ഷ,
തീവ്രവാദ വിരുദ്ധ കാര്യങ്ങൾ, അതൊക്കെ ശക്തിപ്പെടുത്തണം. പക്ഷേ ഇതിനെല്ലാം മുകളിൽ മാലിദ്വീപിന്റെ പരമാധികാരത്തെ പൂർണ്ണമായി മാനിക്കണം. ആ വലിയ സഹോദരൻ മനോഭാവം പാടില്ല. ഒരിക്കലും പാടില്ല. തുല്യ പങ്കാളികൾ എന്ന നിലയിൽ പെരുമാറണം. വെറുതെ വാഗ്ദാനം കൊടുക്കുന്നതിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു പാർട്ട്ണറായി പ്രവർത്തിച്ച് കാണിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഇന്ത്യ മാലിദ്വീപ് ബന്ധത്തിലെ ഈ പുതിയ അധ്യായം സാധ്യതകളുണ്ട്, പക്ഷെ അത് നിലനിർത്താൻ നിരന്തരമായ ശ്രദ്ധയും പരിശ്രമവും വേണം. കൃത്യം. നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഹാ, ഈ വലിയ അയൽക്കാർക്കിടയിൽ ചെറിയ രാജ്യങ്ങൾ നടത്തുന്നൊരു ബാലൻസിംഗ് ആക്ട് ഉണ്ടല്ലോ, താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അതെ. അതിന്റെ രാഷ്ട്രീയം എത്ര സങ്കീർണമാണ്. പിന്നെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ എത്ര കാലം ഇതുപോലുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് മറികടക്കാൻ പറ്റും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. ശരിയാണ്. വളരെ പ്രസക്തമായൊരു ചോദ്യം. പെട്ടെന്ന് അടുത്തതായി നമുക്ക് ദി ഹിന്ദു ദിനപത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ, അതേസമയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ്രോയിഡ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ തന്നെ ഒരു ഭൂകമ്പം വരുന്നുണ്ടോ എന്ന് പറയാൻ സഹായിച്ചാലോ? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതെ, നമസ്കാരം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡെവലപ്മെന്റ് ആണ്. ടെക്നോളജി എങ്ങനെ ദുരന്ത നിവാരണത്തിൽ സഹായിക്കുന്നു എന്നതിന്റെ നല്ലൊരു ഉദാഹരണം. പിന്നെ UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. UPSCക്ക് ഇത് എവിടെയാണോ വരുന്നത്? ഇത് നിങ്ങൾക്ക് GS പേപ്പർ 1-ൽ, അതായത് ഭൂമിശാസ്ത്രത്തിൽ വരാം. പിന്നെ പേപ്പർ 3-ൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതിലൊക്കെ വളരെ റെലവന്റ് ആണ്. ശരി. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ടുള്ള മുന്നറിയിപ്പ് അതെങ്ങനെയാണ് ശരിക്കും സാധ്യമാവുന്നത്? എല്ലാ ഫോണിലും പറ്റുമോ? മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലുമുള്ള ഒരു ചെറിയ സെൻസറുണ്ട്. ആക്സിലറോമീറ്റർ എന്ന് പറയും. ഫോണിന്റെ ചലനങ്ങൾ തിരിച്ചറിയാനാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത്, സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, അത് തന്നെ. അതെ. ഈ ആക്സിലറോമീറ്ററിന് ഭൂകമ്പമുണ്ടാകുമ്പോഴുള്ള പ്രത്യേകതരം ചലനങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഭൂകമ്പത്തിന് 2 പ്രധാന തരംഗങ്ങളുണ്ട്: P വേവ്, S വേവ്. ഓക്കെ, P വേവ്, S വേവ്. P വേവ് ആണ് ആദ്യം എത്തുന്നത്. അതിന് വേഗത കൂടുതലാണ്, പക്ഷെ അത്ര നാശനഷ്ടമുണ്ടാക്കില്ല. തൊട്ടു പിന്നാലെ വരുന്ന S വേവിനാണ് വേഗത കുറവ്, പക്ഷെ കൂടുതൽ നാശം വിതയ്ക്കുന്നതാണ്. അപ്പൊ ഈ സെൻസർ ആദ്യം വരുന്ന P വേവിനെയാണോ പിടിക്കുന്നത്? അതെ. ഫോണിലെ ആക്സിലറോമീറ്റർ ആ ആദ്യത്തെ P വേവ് ഡിറ്റക്ട് ചെയ്യും. പക്ഷേ ഒരു ഫോണിൽ മാത്രം ഡിറ്റക്ട് ചെയ്താൽ പോരല്ലോ, അതൊരു ഭൂകമ്പം തന്നെയാണെന്ന് ഉറപ്പിക്കണ്ടേ? ശരിയാണ്. വെറുതെ ഫോൺ വീണാലും ചിലപ്പോൾ. അതെ. അപ്പോ അവിടെയാണ് ക്രൗഡ് സോഴ്സിംഗ് വരുന്നത്. ഒരു പ്രദേശത്തെ ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകൾ ഒരേ സമയം സമാനമായ ഒരു വൈബ്രേഷൻ റിപ്പോർട്ട് ചെയ്താൽ ഗൂഗിളിന്റെ സെർവറുകൾക്ക് മനസ്സിലാകും, ഇതൊരു ഭൂകമ്പ സാധ്യതയാണ്. ഓഹോ, അപ്പോ ഒരു കൂട്ടം ഫോണുകളുടെ ഡാറ്റ വെച്ച് ഉറപ്പിക്കുന്നു. അതെ. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപകടകാരിയായ S വേവ് എത്തുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് ആ പ്രദേശത്തുള്ള ഫോണുകളിലേക്ക് ഒരു മുന്നറിയിപ്പ് സന്ദേശം അയക്കും. കുറച്ച് സെക്കൻഡുകൾക്ക് വലിയ വിലയുണ്ടല്ലേ. തുർക്കിയിലും നേപ്പാളിലുമൊക്കെ ഇത് ഉപയോഗിച്ചു എന്ന് കേട്ടല്ലോ. തീർച്ചയായും. അവിടെയൊക്കെ ഇത് വിജയകരമായി പ്രവർത്തിച്ചു. ഈ സംവിധാനം കാരണം മുന്നറിയിപ്പ് കിട്ടിയ ആളുകളുടെ എണ്ണം ഏകദേശം 10 ഇരട്ടിയോളം വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. കൊള്ളാം, അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിന് പരിമിതികളൊന്നുമില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒന്ന്, ചിലപ്പോൾ ഭൂകമ്പം അനുഭവപ്പെട്ട് തുടങ്ങിയതിനു ശേഷമായിരിക്കും അലേർട്ട് എത്തുന്നത്. അതായത് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രത്തിന് വളരെ അടുത്താണെങ്കിൽ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഭൂകമ്പത്തിന്റെ തീവ്രത, അതായത് മാഗ്നിറ്റ്യൂഡ്, അതത്ര കൃത്യമായി പറയാൻ ഈ സിസ്റ്റത്തിനിപ്പോൾ സാധിക്കില്ല. എത്ര വലിയ ഭൂകമ്പമാണെന്ന് അറിയാൻ ഇപ്പോഴത്തെ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട്. ശരി. അപ്പോ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാള് ഇതിൽ നിന്ന് എന്തൊക്കെ പ്രധാന ആശയങ്ങൾ ഓർത്തുവെക്കണം? ഒരു 4 കാര്യങ്ങൾ ഓർത്താൽ മതി. 1, ഭൂകമ്പ തരംഗങ്ങൾ. P വേവ്, വേഗത കൂടുതൽ, നാശം കുറവ്. S വേവ്, വേഗത കുറവ്, നാശം കൂടുതൽ. പിന്നെ സർഫസ് വേവ്സ്, ഏറ്റവും കൂടുതൽ നാശം. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. P, S, സർഫസ് വേവ്സ്. 2, ആക്സിലറോമീറ്റർ. ഫോണിലെ ഈ സെൻസറാണ് ഇതിന്റെ അടിസ്ഥാനം. 3, ക്രൗഡ് സോഴ്സിംഗ്. ഒരുപാട് പേരിൽ നിന്ന്, അതായത് ഇവിടെ ഒരുപാട് ഫോണുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്ന രീതി. ശരി, ക്രൗഡ് സോഴ്സിംഗ്. 4ാമത്തേത് ഏർലി വാർണിംഗ് സിസ്റ്റം, EWS എന്ന ആശയം. അതായത്
പി വേവ് തിരിച്ചറിഞ്ഞ് എസ് വേവ് എത്തും മുൻപ് മുൻവറിയിപ്പ് നൽകുന്നത്. ആ കിട്ടുന്ന സമയമാണ് പ്രധാനം. ക്ലിയർ. എസ് വേവ് വ്യത്യാസം, ആക്സിലറോമീറ്റർ, ക്രൗഡ് സോഴ്സിംഗ്, EWS ഇത് പ്രിലിംസിനോർക്കാം. ഇനി മെയിൻസിലേക്ക് വന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിന്റെ ഒരു വലിയ ചിത്രം, അതിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമുക്കറിയാം ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശങ്ങളാണ്. ഹിമാലയൻ ബെൽറ്റ്, നോർത്ത് ഈസ്റ്റ്, ഗുജറാത്തിലെ കച്ച്, ഡൽഹി പോലും ഇവിടെയൊക്കെ സാധ്യതയുണ്ട്. അതെ. നമ്മുടെ ഔദ്യോഗിക മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട്. പക്ഷെ എല്ലായിടത്തും ഒരുപോലെ സെൻസർ നെറ്റ്വർക്ക് എത്തിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ചെലവുമുണ്ട്. അവിടെയാണ് ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു സാധ്യതയാകുന്നത്. കോടിക്കണക്കിന് ഫോണുകളാണ് രാജ്യത്തുള്ളത്. ശരിയാണ്. ഇത് ഒരു തരത്തിൽ ദുരന്ത മുന്നറിയിപ്പുകളുടെ ഒരു ജനാധിപത്യവൽക്കരണമാണെന്ന് പറയാം. ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഡിസാസ്റ്റർ വാർണിംഗ്. സാധാരണക്കാരന്റെ കയ്യിലുള്ള ഉപകരണം തന്നെ ഒരു സെൻസറായി മാറുന്നു. ആ പ്രയോഗം കൊള്ളാം. ജനാധിപത്യവൽക്കരണം. അപ്പോൾ ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തീർച്ചയായും വലിയ കവറേജ്, കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത. 2, ചെലവ് കുറവ്, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ അധികം വേണ്ട. 3, വിദൂര സ്ഥലങ്ങളിലും എത്താൻ സാധ്യതയുണ്ട്, നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ. 4, മുന്നറിയിപ്പ് നേരിട്ട് ജനങ്ങളുടെ കയ്യിലെത്തുന്നു, ഇടനിലക്കാരില്ല. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ ജനാധിപത്യവൽക്കരണം പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും കയ്യിലും സ്മാർട്ട് ഫോൺ ഇല്ലല്ലോ, അതും ഇന്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ വെല്ലുവിളികളും കാണുമല്ലോ. തീർച്ചയായും. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി, ഡിജിറ്റൽ ഡിവൈഡ്. സ്മാർട്ട് ഫോണും നല്ല ഇന്റർനെറ്റും ഇല്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെ പുറത്താണ്. അവരിലേക്ക് ഈ മുന്നറിയിപ്പ് എത്തില്ല. അതൊരു പ്രധാന പോയിന്റാണ്. പിന്നെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ. ഒരു വലിയ ഭൂകമ്പമുണ്ടായാൽ മൊബൈൽ ടവറുകൾ തകരാറിലാവാം. അപ്പം മുന്നറിയിപ്പ് എത്തുവോ? അതുപോലെ തെറ്റായ മുന്നറിയിപ്പുകൾ വരാനുള്ള സാധ്യത, ഫോൾസ് പോസിറ്റീവ്സ്. ഇത് ആളുകളിൽ അനാവശ്യ പേടിയുണ്ടാക്കാം. ശരിയാണ്. ഇടയ്ക്കിലെ വെറുതെ അലാം അടിച്ചാൽ പിന്നെ ആരും വിശ്വസിക്കില്ല. അതെ. പിന്നെ ഏറ്റവും പ്രധാനം, മുന്നറിയിപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ കുറവ്. വെറുതെ അലർട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഡ്രോപ്പ്, കവർ, ഹോൾഡ് ഓൺ പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ അറിയണം, അത് പരിശീലിക്കണം. അപ്പോൾ ഈ സാധ്യതകളും വെല്ലുവിളികളും എല്ലാം കൂടെ നോക്കുമ്പോൾ എന്താണ് ഒരു പൊതുവായ വിലയിരുത്തൽ? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? നോക്കൂ, ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു മാന്ത്രിക വടിയല്ല. ഇത് നമ്മുടെ നിലവിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പകരമാവില്ല. ഉദാഹരണത്തിന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയൊക്കെ സംവിധാനങ്ങൾ. അതിനെ ബലപ്പെടുത്തുന്ന ഒരു അധിക സംവിധാനം, സപ്ലിമെന്ററി സിസ്റ്റമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇതിൽ നിന്നുള്ള ഡാറ്റ നമ്മുടെ ദേശീയ സംവിധാനങ്ങളുമായിട്ട് സംയോജിപ്പിക്കണം, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം. ഒരുമിച്ച് പ്രവർത്തിക്കണം. അതെ. പിന്നെ ജനങ്ങൾക്ക് നല്ല ബോധവൽക്കരണം കൊടുക്കണം. ഡിജിറ്റൽ ഡിവൈഡ് മറികടക്കാൻ മറ്റു വഴികളും നോക്കണം. പക്ഷേ ഇത്തരം പുതിയ ടെക്നോളജികൾ നൽകുന്ന സാധ്യതകളെ നമ്മൾ തള്ളിക്കളയരുത്. ഇന്ത്യ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം, ഒപ്പം അതിന്റെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കുകയും വേണം. ഈ വിശദമായ ചർച്ച വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ഫോൺ ഒരു ഭൂകമ്പ മുന്നറിയിപ്പ് ഉപകരണം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനതിൻ്റേതായ സാധ്യതകളും പരിമിതികളുമുണ്ട്. ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ടെക്നോളജിക്ക് ദുരന്തം തടയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ മുന്നറിയിപ്പും നല്ല തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ അതിന്റെ ആഘാതം, അതായത് ജീവനും സ്വത്തിനുമുണ്ടാകുന്ന നഷ്ടം, അത് കുറയ്ക്കാൻ തീർച്ചയായും സാധിക്കും. അതെ. അപ്പോൾ സ്വന്തം ഫോൺ ഒരു രക്ഷാ ഉപകരണമായേക്കാം എന്ന ചിന്ത മനസ്സിൽ വയ്ക്കാം. പക്ഷേ അതിന്റെ ഫലപ്രാപ്തി നമ്മുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, ഈ വിഷയം ഇവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ പങ്കുവെച്ച ചില ശാസ്ത്രലേഖനങ്ങളിലേക്ക് ഒരു ആഴത്തിലുള്ള സംഭാഷണത്തിന് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു പുതിയ കണ്ടെത്തലിനെക്കുറിച്ചാണ്. ഈ ഓൾട്ടർ മാഗ്നറ്റ് എന്നൊരു വസ്തുവിൽ ചില പുതിയ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ശാസ്ത്രലോകത്ത് ഇത് വലിയ വാർത്തയാണെന്ന് തോന്നുന്നു. ശരി, നമുക്ക് തുടങ്ങാം. എന്താണ് ഇതിന്റെ ഒരു കാതൽ? തീർച്ചയായും. ഇത് കൊൽക്കത്തയിലുള്ള നമ്മുടെ ഇന്ത്യൻ ഗവേഷകർ നടത്തിയ പഠനമാണ്. ഇത് UPSC പ്രിലിംസിന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രത്യേകിച്ച് മെറ്റീരിയൽ സയൻസ്, ഫിസിക്സ്, പിന്നെ ഈ സ്പിൻട്രോണിക്സ് പോലത്തെ പുതിയ ടെക്നോളജികളിലൊക്കെ വരാം. ഓ, ശരി ശരി. അപ്പോൾ അവരെന്താണ് കൃത്യമായി കണ്ടെത്തിയത്?
അവർ പഠിച്ചത് ക്രോമിയം ആൻറ്റിമണി, അതായത് CRSB എന്നൊരു സംയുക്തമാണ്. ഇതിലൊരു പ്രത്യേകതരം സ്വഭാവം അവർ കണ്ടുപിടിച്ചു. അതിന് ദിശയനുസരിച്ച് ചാലകതയുടെ ധ്രുവീകരണം മാറുക എന്ന് പറയാം. ഡയറക്ഷൻ ഡിപ്പെൻഡന്റ് കണ്ടക്ഷൻ പൊളാരിറ്റി, അല്ലെങ്കിൽ DDCP. DCP. അത് കുറച്ചുകൂടി ലളിതമായിട്ട് ഒന്ന് പറയാമോ? പറയാം. അതായത് ഈ ക്രോസ്ഡ് വസ്തു ഉണ്ടല്ലോ, ഇത് ഒരു ദിശയിലേക്ക് കറണ്ട് കടത്തിവിടുന്നത് ഇലക്ട്രോണുകൾ വഴിയാണ്, നെഗറ്റീവ് ചാർജ്. അതിന് നമ്മൾ N ടൈപ്പ് എന്ന് പറയും. എന്നാൽ അതിന് നേരെ ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലറായ ദിശയിൽ കറണ്ട് പോകുന്നത് പോസിറ്റീവ് ചാർജുള്ള ഹോളുകൾ വഴിയാണ്. അത് P ടൈപ്പ്. അപ്പോൾ ഒരേ മെറ്റീരിയൽ തന്നെയാണോ? അതെ, ഒരേ ക്രിസ്റ്റലിനുള്ളിൽ തന്നെ. ദിശ മാറുന്നതിനനുസരിച്ച് കറണ്ട് കൊണ്ടുപോകുന്ന ആള് മാറുന്നു, ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോള്. കൊള്ളാം. ഇത് കൊള്ളാലോ, ഒരേ വസ്തു തന്നെ രണ്ട് സ്വഭാവം കാണിക്കുന്നു. ഇതെങ്ങനെയാ അവർ ഉറപ്പിച്ചത്? അതിനാണ് അവർ ഹോൾ എഫക്റ്റ്, സീബെക്ക് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന ചില അളവുകൾ എടുത്തത്. ഹോൾ എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കറണ്ട് കൊണ്ടുപോകുന്നത് ഇലക്ട്രോൺ ആണോ ഹോൾ ആണോ എന്ന്. ഓരോ ദിശയിലും ഇത് വേറെ വേറെയായിരുന്നു. അതുപോലെ സീബെക്ക് എഫക്റ്റ്, ചൂട് വ്യത്യാസം കാരണം ഉണ്ടാവുന്ന വോൾട്ടേജ്, അതും ദിശയനുസരിച്ച് മാറുന്നുണ്ടെന്ന് കണ്ടോ? ഓക്കെ. അപ്പോ ഈ DDCP എന്ന സ്വഭാവം അതെന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? കാരണം ഈ DDCP സ്വഭാവം ആദ്യമായിട്ടാണ് ഒരു ഓൾട്ടർ മാഗ്നറ്റിൽ കണ്ടെത്തുന്നത്. ഈ ഓൾട്ടർ മാഗ്നറ്റിസം എന്ന് പറയുന്നത് തന്നെ ഈയടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞ ഒരു പുതിയ തരം കാന്തിക അവസ്ഥയാണ്. ഓൾട്ടർ മാഗ്നറ്റ്, അതും ഒരു പുതിയ വാക്കാണല്ലോ. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? സാധാരണ കാന്തത്തിൽ നിന്ന് എന്തു വ്യത്യാസം? നല്ല ചോദ്യം. സാധാരണ ഫെറോ മാഗ്നറ്റുകൾ പോലെ, അതായത് നമ്മൾ കാണുന്ന കാന്തങ്ങൾ പോലെ, ഈ ഓൾട്ടർ മാഗ്നറ്റുകൾക്ക് പുറത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, പൂജ്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ക്രിസ്റ്റൽ ഘടന കാരണം ഇലക്ട്രോണുകളുടെ സ്പിൻ, അതൊരു കുഞ്ഞൻ കാന്തം പോലെയാണ്, ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കും. ഇത് ഫെറോ മാഗ്നറ്റിൽ നിന്നും ആന്റി ഫെറോ മാഗ്നറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഓഹോ, അപ്പോൾ പുറത്തേക്ക് കാന്തശക്തിയില്ല, പക്ഷെ ഉള്ളിൽ സ്പിന്നുകൾ ഓർഡറിലാണ്. എന്നിട്ട് ഈ DDCP കൂടി വരുമ്പോ ഇതിന്റെ ഒരു പ്രായോഗിക സാധ്യത എന്തായിരിക്കും? അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. സാധാരണ നമ്മളൊരു ഡയോഡോ ട്രാൻസിസ്റ്ററോ ഉണ്ടാക്കണമെങ്കിൽ ഒരു P ടൈപ്പ് വസ്തുവും ഒരു N ടൈപ്പ് വസ്തുവും തമ്മിൽ ചേർത്ത് വെക്കണം. ഒരു PN ജംഗ്ഷൻ വേണം. എന്നാൽ ഇവിടെ നോക്കൂ, ഒരൊറ്റ വസ്തു CRSB, അത് തന്നെ ദിശ മാറ്റിയാൽ P ടൈപ്പും ആവും N ടൈപ്പും ആവും. ശരിയാണ്. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാര്യങ്ങൾ എളുപ്പമാക്കിയേക്കാം. ഒരുപക്ഷെ ഉപകരണങ്ങൾ കൂടുതൽ ചെറുതും ലളിതവുമാക്കാൻ പറ്റിയേക്കാം. ഇത് ഈ സ്പിൻട്രോണിക്സുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, സ്പിൻട്രോണിക്സ്. ഓൾട്ടോമാഗ്നറ്റുകൾക്ക് പുറമെ കാന്തികതയില്ലാത്തതുകൊണ്ട് അവയെ അടുത്തടുത്ത് വെച്ചാലും പരസ്പരം കാന്തികമായി ഡിസ്റ്റർബ് ചെയ്യില്ല. ഇത് ഡാറ്റ സ്റ്റോറേജിനൊക്കെ വളരെ നല്ലതാണ്. ഈ CRSBയിലെ DDCP കൂടി വരുമ്പോൾ നമുക്ക് ഇലക്ട്രോണിന്റെ ചാർജ് മാത്രമല്ല, അതിന്റെ സ്പിന്നും പിന്നെ ഈ ദിശയനുസരിച്ചുള്ള P ടൈപ്പ് N ടൈപ്പ് സ്വഭാവവും ഒക്കെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഒരു വഴി തുറക്കുകയാണ്. ഇത് ഇലക്ട്രോണിക്സിനും തെർമോ ഇലക്ട്രിക്സിനും പിന്നെ പ്രധാനമായും സ്പിൻട്രോണിക്സിനും വലിയ സാധ്യതകളാണ് നൽകുന്നത്. സ്പിൻട്രോണിക്സ് ഇടയ്ക്കിടെ കേൾക്കുന്ന വാക്കാണ്. എന്താണത്? വളരെ ലളിതമായി പറഞ്ഞാൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഓർക്കാൻ പാകത്തില് പറയാം. സ്പിൻട്രോണിക്സ് എന്നുവെച്ചാൽ ഇലക്ട്രോണിക്സിന്റെ ഒരു അടുത്ത ലെവലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ ഇലക്ട്രോണിക്സിൽ കറണ്ട് ഉപയോഗിക്കുന്നു, അതായത് ഇലക്ട്രോണിന്റെ ചാർജ്. സ്പിൻട്രോണിക്സിൽ നമ്മൾ ചാർജിന്റെ കൂടെ ഇലക്ട്രോണിന്റെ സ്പിൻ എന്നൊരു സ്വഭാവം കൂടിയുണ്ട്, അതും കൂടി ഉപയോഗിക്കുന്നു, ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും. ഇത് വെച്ചുണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഒരുപാട് വേഗതയുള്ളതും കുറച്ച് ഊർജ്ജം മാത്രം ആവശ്യമുള്ളതുമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഓൾട്ടർ മാഗ്നറ്റുകൾക്ക് ഈ രംഗത്ത് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. അപ്പോൾ പ്രിലിംസിന് ഓർത്തിരിക്കേണ്ട പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഒന്ന്, അർദ്ധചാലകങ്ങൾ N ടൈപ്പ് P ടൈപ്പ് എന്നാണെന്നറിയണം. പിന്നെ ഈ DCP കാരണം ഒരേ വസ്തുവിൽ PN ജംഗ്ഷൻ പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന ആശയം. 2, ഹോൾ എഫക്റ്റ്, ചാർജ് കാരിയർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. 3, സീബെക്ക് എഫക്റ്റ്, താപവ്യത്യാസം വോൾട്ടേജ് ആക്കുന്നത്, തെർമോ ഇലക്ട്രിക്സിന്റെ പ്രധാനം. 4, ഓൾട്ടർ മാഗ്നറ്റിസം, ഈ പുതിയ കാന്തിക ക്രമം, പുറമേ ഫീൽഡില്ല എന്നത് സ്പിൻട്രോണിക്സിന് നല്ലതാണ്. പിന്നെ 5, സ്പിൻട്രോണിക്സ് തന്നെ ചാർജും സ്പിന്നും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ടെക്നോളജി. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ചുരുക്കത്തിൽ വളരെ ലളിതമായൊരു സംയുക്തം CRSB ഇത്രയും സങ്കീർണവും നൂതനവുമായ സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നത് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്.
അതെ, തീർച്ചയായും. കൊൽക്കത്തയിലെ എസ്.എൻ. ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസസ്, പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ്, അവിടങ്ങളിലെ ഗവേഷകരാണ് ഇതിനു പിന്നിൽ. ഇത് തീർച്ചയായും ശ്രദ്ധേയമായ ഒരു ഇന്ത്യൻ കണ്ടെത്തലാണ്. ഇന്ത്യയിൽ നിന്നുള്ള പദാർത്ഥവിജ്ഞാനീയത്തിലെ ഈ മുന്നേറ്റം ശരിക്കും അഭിമാനിക്കാവുന്നത് തന്നെ. ഒരൊറ്റ വസ്തുവിൽ തന്നെ ഇത്രയും നിയന്ത്രണം സാധ്യമായാൽ അത് ഭാവിയിലെ ടെക്നോളജിയെ എങ്ങനെ മാറ്റുമെന്ന് കാത്തിരുന്ന് കാണണം. ശരി, വളരെ നന്നായി വിശദീകരിച്ചു. ഇനി നമുക്ക് നിങ്ങൾ തന്ന അടുത്ത വിഷയത്തിലേക്ക് പോകാം, അല്ലേ? ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള ആ വാർത്ത. അടുത്തത് അതെടുക്കാം. സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കുന്നത് തൊഴിലിടങ്ങളിലൊരു പ്രധാന വിഷയമാണ് പോഷ് നിയമം, അതായത് ലൈംഗിക പീഡനം തടയുന്ന നിയമം. പ്രത്യേകിച്ച് അതിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ICC. ഈ അടുത്തു വന്ന ഒരു വാർത്ത, പോഷ് നിയമം നീതിയും നടപ്പാക്കലും തമ്മിലുള്ള വിടവ് എന്ന തലക്കെട്ടിൽ. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് അടിസ്ഥാനം. അതെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. ഈ നിയമത്തിന്റെ നടത്തിപ്പിലെ ചില പ്രശ്നങ്ങളിലേക്കാണ് ആ വാർത്ത വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് ഒഡീഷയിലെ ബാലസോറിൽ നടന്ന ആ സംഭവം, ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. ആ സംഭവം ശരിക്കും വേദനാജനകമാണ്. അവിടുത്തെ സ്ഥാപനത്തിലെ ICC, അതായത് ഈ പരാതി പരിഹാര സമിതി, ശരിയായി പ്രവർത്തിച്ചില്ല എന്നൊരു ആരോപണം നിലവിലുണ്ട്. അപ്പോ ഈ പോഷ് നിയമം 2013 വന്നതാണല്ലോ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? തീർച്ചയായും പ്രധാന ലക്ഷ്യം തൊഴിലിടങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കുക എന്നതായിരുന്നു. ലൈംഗിക അതിക്രമങ്ങൾ തടയുക, പരാതികൾക്ക് കൃത്യമായ പരിഹാരം ഉറപ്പാക്കുക. ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ 1997 സുപ്രീം കോടതിയുടെ വിശാഖ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. വിശാഖ ഗൈഡ് ലൈൻസ്. അത് ഭൻവാരി ദേവി കേസുമായി ബന്ധപ്പെട്ടാണല്ലോ വന്നത്. അതെ. ആ കേസ് വലിയൊരു വഴിത്തിരിവായിരുന്നു. അതിനെ തുടർന്നാണ് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനം തടയാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. പിന്നീട് അതാണ് നിയമമായത്. അപ്പോ ഈ ICC, ആഭ്യന്തര പരാതി പരിഹാര സമിതി, അതിന്റെ റോൾ എന്താണ് കൃത്യമായിട്ട്? ശരി, 10ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ICC നിർബന്ധമായും രൂപീകരിക്കണം എന്നാണ് നിയമം പറയുന്നത്. ഇവരുടെ പ്രധാന ജോലി ലൈംഗിക പീഡനം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുക, നിഷ്പക്ഷമായി അന്വേഷിക്കുക, പിന്നെ സമയബന്ധിതമായി ഒരു റിപ്പോർട്ട് കൊടുക്കുക, നടപടികൾ ശുപാർശ ചെയ്യുക എന്നതൊക്കെയാണ്. അതിന് നിയമപരമായ അധികാരങ്ങൾ വല്ലതും ഉണ്ട്. ICCക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. അതായത് തെളിവെടുക്കാം, ആളുകളെ വിളിച്ച് മൊഴിയെടുക്കാം, രേഖകൾ ആവശ്യപ്പെടാം, പരാതിയുടെ രഹസ്യാത്മകത സൂക്ഷിക്കുകയും വേണം. 10ൽ താഴെയാണെങ്കിലോ, അല്ലെങ്കിൽ പരാതി സ്ഥാപന മേധാവിക്ക് എതിരെയാണെങ്കിലോ? അതിനും വ്യവസ്ഥയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സമീപിക്കാൻ ജില്ലാതലത്തിൽ ലോക്കൽ കമ്മിറ്റികൾ, അതായത് LC, രൂപീകരിക്കണം. അപ്പോൾ നിയമമൊക്കെ കൃത്യമായിട്ടുണ്ട്, സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബാലസോർ സംഭവം, അത് കാണിക്കുന്നത് ഇത് പ്രാവർത്തികമാവുന്നില്ല എന്നല്ലേ? അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നിയമം വന്നിട്ടിപ്പോ ഒരു ദശാബ്ദത്തോളമായി. എന്നിട്ടും പല സ്ഥാപനങ്ങളിലും ഒന്നുകിൽ ICC ഇല്ല, അല്ലെങ്കിൽ ഉള്ളവ പേരിനു മാത്രം, നിർജീവമാണ്. സുപ്രീം കോടതി തന്നെ ഇതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും. പലതവണ കോടതി തന്നെ ഇതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ICC അംഗങ്ങൾക്ക് പരിശീലനമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാണാം. പരാതി കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന ഭയം ജീവനക്കാർക്കുണ്ട്. അധികാരത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥ, അതും ഒരു ഘടകമാണ്. ശരിയാണ്. നിയമവും യാഥാർത്ഥ്യവും തമ്മിലൊരു വലിയ വിടവ് കാണുന്നുണ്ട്. ഇനിയിപ്പോ UPSC പരീക്ഷാർത്ഥികളുടെ കാര്യം നോക്കാം. അവർക്ക് ഈ വിഷയം എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. പ്രിലിംസ് പരീക്ഷയില് ഇന്ത്യൻ പോളിറ്റി, ഗവേണൻസ് ഭാഗത്തിത് വരും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സുപ്രീം കോടതി വിധികൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന നിലയിൽ ICC, LCയെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാം. പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന ഭാഗത്തും വരാം. മെയിൻസിൽ ഇത് പല പേപ്പറുകളിലായി വരും. GS പേപ്പർ 1ൽ സ്ത്രീകളുടെ പങ്ക്, സാമൂഹിക ശാക്തീകരണം. GS പേപ്പർ 2വിൽ വരുമ്പോൾ ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, അവരുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ, നിയമങ്ങൾ, ഭരണനിർവഹണത്തിലെ പ്രശ്നങ്ങൾ. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ വിഷയം വിശകലനം ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രിലിംസിന് ഓർത്തുവയ്ക്കേണ്ട
പ്രധാന ആശയങ്ങൾ, അതായത് കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയാവുന്നത് എന്തൊക്കെയാണ്? വിശാഖ മാർഗനിർദ്ദേശങ്ങൾ വർഷം 1997, പോഷ് നിയമം 2013, ICCയുടെ ഘടന, ചുമതലകൾ, അധികാരങ്ങൾ, പിന്നെ LC ലോക്കൽ കമ്മിറ്റി, ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ശരി. മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതിനെ എങ്ങനെ സമീപിക്കണം? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മെയിൻസ് കാഴ്ചപ്പാടിൽ നമ്മൾ നിയമം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം അതിന്റെ നടത്തിപ്പിലെ വിടവ്, ആ ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ്, അതാണ് വിശകലനം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഈ വിടവ് വരുന്നു? അപ്പോൾ സാമൂഹിക കാരണങ്ങൾ, അതായത് പുരുഷാധിപത്യ മനോഭാവം, തൊഴിലിടത്തിലെ അധികാരഘടനകൾ, പിന്നെ സ്ഥാപനങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ, പരിശീലനത്തിന്റെ അഭാവം, നിരീക്ഷണ സംവിധാനങ്ങളുടെ പോരായ്മ, ഇതെല്ലാം നിയമത്തെ എങ്ങനെ നിർവീര്യമാക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് നിയമം ശക്തമാണെങ്കിലും അതിന്റെ പ്രായോഗികതയിലെ പ്രശ്നങ്ങൾ. തീർച്ചയായും നിയമത്തിന്റെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ മനസ്സിലാക്കണം. വെല്ലുവിളികൾ എന്തൊക്കെ, പരിഹാരങ്ങൾ എന്തൊക്കെ എന്ന രീതിയിൽ വേണം ഇതിനെ സമീപിക്കാൻ. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നിയമം മാത്രം പോരാ, അത് നടപ്പാക്കാൻ ഒരു സാമൂഹിക ഇച്ഛാശക്തിയും തൊഴിലിടങ്ങളിൽ അതിനനുസരിച്ചൊരു സംസ്കാരവും വേണം എന്നതാണ്, അല്ലേ? തീർച്ചയായും. പോഷ് നിയമം നല്ലൊരു ചുവടുവെപ്പാണ്, ഒരു ശക്തമായ ഉപകരണം തന്നെയാണ്. പക്ഷെ അതിന്റെ വിജയം എന്നത് അതെത്രത്തോളം കാര്യക്ഷമമായി നടപ്പാക്കുന്നു എന്നതിനെയും സ്ഥാപനങ്ങളിലെ തൊഴിൽ സംസ്കാരത്തിൽ എന്തു മാറ്റം വരുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. മുന്നോട്ടു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൃത്യമായ നിരീക്ഷണം വേണം. നോഡൽ ഓഫീസർമാർ വഴി ഇതുറപ്പാക്കാം. പിന്നെ ICC അംഗങ്ങൾക്ക് നിർബന്ധിത പരിശീലനം നൽകണം. ജീവനക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് നല്ല ബോധവൽക്കരണം നടത്തണം. ഏറ്റവും പ്രധാനം, പരാതിപ്പെടാൻ ഭയമില്ലാത്ത, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത, നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനപ്പുറം ഈ ICC പോലുള്ള കമ്മിറ്റികൾ വെറും പേരിന് മാത്രമാവാതെ ശരിക്കും മാറ്റം കൊണ്ടുവരുന്ന ഒന്നായി മാറാൻ ബഹുമാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു തൊഴിൽ സംസ്കാരം നമ്മുടെ സ്ഥാപനങ്ങളിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും? ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്ക് കിടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നാസയും ISROയും ഒരുമിച്ചുള്ള നിസാർ, അതായത് NISAR ദൗത്യം. അതെ, നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഭൂമിയെ നിരീക്ഷിക്കാൻ പോകുന്ന ഈ സംരംഭത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്കിതെങ്ങനെ ഗുണം ചെയ്യുമെന്നും. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിസാർ, അതായത് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഇത് ജൂലൈ 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുമെന്നാണ്, അല്ലേ? GSLV Mk2 ഉപയോഗിച്ച്. അതെ, അതാണ് നിലവിലെ പ്ലാൻ. വിക്ഷേപണം ജൂലൈ 30-ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. എന്താണ് ഇതിനെ ഇത്ര സവിശേഷമാക്കുന്നത്? ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ആദ്യമായിട്ട് 2 വ്യത്യസ്ത റഡാർ ഫ്രീക്വൻസികൾ, അതായത് നാസ വികസിപ്പിച്ച L ബാൻഡും നമ്മുടെ ISROയുടെ S ബാൻഡും ഒരേ ഉപഗ്രഹത്തിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. ഓഹോ, 2 ഫ്രീക്വൻസി ഒന്നിച്ച്. അപ്പൊ അതിന്റെ ഗുണം എന്തായിരിക്കും? അതാണ് പോയിന്റ്. ഈ L ബാൻഡിന് കുറച്ചുകൂടി ആഴത്തിലേക്ക് തുളച്ചു കയറാൻ പറ്റും, അതായത് മരങ്ങളുടെയും മണ്ണിന്റെയും ഒക്കെ ഉള്ളിലേക്ക്. അപ്പം മണ്ണിന്റെ ഈർപ്പും ഭൂഗർഭജലത്തിന്റെ ഒരു സൂചനയൊക്കെ കിട്ടും. ശരി. എന്നാൽ S ബാൻഡ് അങ്ങനെയല്ല, അത് കൂടുതൽ ഉപരിതലത്തിലെ കാര്യങ്ങൾക്കാണ് നല്ലത്. ഇപ്പോ വിളകളുടെ വളർച്ച നിരീക്ഷിക്കാൻ, അതുപോലെ ജലസ്രോതസ്സുകൾ, പിന്നെ ഈ മഞ്ഞുമലകളൊക്കെ ഉരുകുന്നത്, ഇതിനൊക്കെ S ബാൻഡ് വളരെ എഫക്റ്റീവാണ്. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും, അല്ലേ? തീർച്ചയായും. വളരെ സമഗ്രമായ വിവരങ്ങൾ, മുമ്പൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഡേറ്റ. ഇത് UPSC പ്രിലിംസിന്റെ കാര്യമെടുത്താൽ പരിസ്ഥിതി, ഭൂമിശാസ്ത്രം, ഈ ഭാഗങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സയൻസ് ആൻഡ് ടെക്കിലും വരും തീർച്ചയായും. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, SAR എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാവോ? പറയാം. SAR ആണ് ശരിക്കും ഇതിന്റെ ഒരു പ്രധാന ടെക്നോളജി. സാധാരണ ക്യാമറകൾക്ക് മേഘങ്ങൾ ഉണ്ടെങ്കിലോ രാത്രിയിലോ ഒന്നും വ്യക്തമായി കാണാൻ പറ്റില്ലല്ലോ. അതെ അതെ. പക്ഷേ റഡാർ അങ്ങനെയല്ല. SAR എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സിഗ്നലുകൾ താഴേക്ക് അയച്ച് തിരിച്ചുവരുന്നത് പിടിച്ചെടുത്ത് ചിത്രമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മേഘങ്ങളോ ഇരുട്ടോ ഒന്നും ഇതിനൊരു തടസ്സമല്ല.
ഏത് കാലാവസ്ഥയിലും രാവും പകലും ഒരുപോലെ ഡാറ്റ തരും. ആഹാ, എല്ലാ കാലാവസ്ഥയിലും കാണുന്നൊരു കണ്ണ് എന്ന് പറയാം. കൃത്യമായി പറഞ്ഞാലതെ. പിന്നെ സിന്തറ്റിക് അപ്പർച്ചർ എന്ന് പറയാൻ കാരണം ഉപഗ്രഹം സഞ്ചരിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് ഒരു വലിയ ആന്റന വെച്ചാൽ കിട്ടുന്നത്രയും റെസല്യൂഷൻ ഇത് കമ്പ്യൂട്ടേഷണലി ഉണ്ടാക്കിയെടുക്കും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. മനസ്സിലായി. അപ്പോ ഈ ദുരന്ത നിവാരണത്തിനൊക്കെ ഇത് വലിയ സഹായമാവുമല്ലോ അല്ലേ? പ്രത്യേകിച്ചു മേഘങ്ങളൊക്കെയുള്ള സമയത്ത്. മെയിൻസിലൊക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് GS പേപ്പർ 3-ല്. വളരെ ശരിയാണ്. ദുരന്ത നിവാരണം പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. പ്രളയം ട്രാക്ക് ചെയ്യാനും മണ്ണിടിച്ചിൽ സാധ്യത പഠിക്കാനും ഭൂകമ്പം കഴിഞ്ഞുള്ള നാശനഷ്ടം വിലയിരുത്താനുമൊക്കെ ഈ ഡേറ്റ ഉപയോഗിക്കാം. മേഘം കാരണം കാഴ്ച മറയില്ല എന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ ഓർബിറ്റിന്റെ കാര്യം, സൺ സിങ്ക്രണസ് ഓർബിറ്റ് 747 കിലോമീറ്റർ ഉയരത്തിൽ എന്നൊക്കെ പറയുന്നു. അതും പ്രധാനമാണോ? ആണ്. സൺ സിങ്ക്രണസ് ഓർബിറ്റ് SSO എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു സ്ഥലത്തിനു മുകളിലൂടെ ഈ ഉപഗ്രഹം എപ്പോഴും കടന്നുപോകുന്നത് അവിടത്തെ ഒരേ ലോക്കൽ ടൈമിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു സ്ഥലത്തിന്റെ ചിത്രം പല സമയത്തായി എടുക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ വ്യത്യാസം കാരണം ചിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവില്ല. ഇത് മാറ്റങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാക്കും. ഉദാഹരണത്തിന്, ഒരു വർഷം കൊണ്ടൊരു വനത്തിന് എന്തു മാറ്റം വന്നു, അല്ലെങ്കിൽ മഞ്ഞുപാളികൾ എത്രത്തോളം ഉരുകി എന്നൊക്കെ കൃത്യമായി താരതമ്യം ചെയ്യാം. 12 ദിവസം കൊണ്ട് ലോകം മുഴുവൻ ഇത് സ്കാൻ ചെയ്യും. ആ, അപ്പോ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇത് ബെസ്റ്റാണ്. കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും ഇത് സഹായിക്കും. GS പേപ്പർ 3-ല് അതും വരും. അതെ. ഇനി ഇന്ത്യ-US സഹകരണത്തിന്റെ കാര്യം നോക്കിയാൽ അതും പ്രധാനമാണ്. GS പേപ്പർ 2 മെയിൻസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണത്തിൽ ഇതൊരു നല്ല ഉദാഹരണമാണ്. ശരിയാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് പ്രധാന നേട്ടങ്ങൾ? മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ചോദിച്ചാൽ? നേരത്തെ പറഞ്ഞ ദുരന്ത നിവാരണം മെച്ചപ്പെടുത്താം. പിന്നെ കൃഷി, മണ്ണിന്റെ ഈർപ്പം അറിയുന്നത് ജലസേചനം പ്ലാൻ ചെയ്യാൻ സഹായിക്കും. വിളകളുടെ ആരോഗ്യം, വളർച്ചയൊക്കെ നിരീക്ഷിക്കാം. അതുവഴി കാർഷിക ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കും. മൂന്നാമതായി പ്രകൃതി വിഭവങ്ങൾ, വനം, ജലസ്രോതസ്സുകൾ, നമ്മുടെ തീരപ്രദേശം, ഹിമാനികൾ, ഇതിൻ്റെയൊക്കെ നിരീക്ഷണം, സംരക്ഷണം എന്നിവ കാര്യക്ഷമമാക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം പഠിക്കാൻ ഏറ്റവും പുതിയ ഡാറ്റ കിട്ടും. പിന്നെ പുതിയ സാങ്കേതിക വിദ്യ നമുക്ക് കിട്ടുന്നു, നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഇതിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു. അതൊക്കെ നേട്ടങ്ങളാണ്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ടാവില്ലേ? വെല്ലുവിളികൾ. കേട്ടത് ദിവസവും ടെറാബൈറ്റ് കണക്കിന് ഡാറ്റ വരുമെന്നാണ്. ഉണ്ട്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരു ദിവസം ഏകദേശം 3 ടെറാബൈറ്റ് വരെ ഡാറ്റ വരാമെന്നാണ് കണക്ക്. ഇത്രയും വലിയ ഡേറ്റ സെറ്റ് സംഭരിക്കാനും പ്രോസസ്സ് ചെയ്യാനും വിശകലനം ചെയ്യാനും വളരെ ശക്തമായ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിനുപറ്റിയ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ഡേറ്റാ സെന്ററുകളൊക്കെ ആവശ്യമാണ്. ശരിയാണ്. പിന്നെ ഈ ഡേറ്റ കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാക്കി മാറ്റണം. അതിന് വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിൽ നല്ല ഏകോപനം വേണം. ഗവേഷകരെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കണം. ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ പ്രയോജനം കിട്ടൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിസാർ ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായും സാധ്യതകൾ വളരെ വലുതാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ഡേറ്റ സൗജന്യമായിട്ടാണ് ലഭ്യമാക്കാൻ പോകുന്നത്. ആണോ? അത് കൊള്ളാമല്ലോ. അതെ, ഓപ്പൺ ഡേറ്റ പോളിസിയാണ്. അപ്പോൾ സർക്കാരിന് മാത്രമല്ല, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും സർവകലാശാലകൾക്കുമൊക്കെ ഈ ഡേറ്റ എടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ചിലപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കാത്ത പുതിയ വഴികൾ, പുതിയ ആപ്ലിക്കേഷനുകൾ ഒക്കെ അവർ കണ്ടെത്തിയേക്കാം. ആ ഒരു സാധ്യത കൂടി ഇതിലുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ സാധ്യതകൾ എന്തൊക്കെയാവുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ ഈ വിശദമായ ചർച്ചയ്ക്ക് വളരെ നന്ദി. നന്ദി. ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് വിശദമായി നോക്കാൻ പോകുന്നത്. ഇന്ത്യയും UK-യും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറ്. അപ്പോൾ എന്താണ് ഈ കരാറ്? ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനം. ഇന്ത്യൻ എക്കോണമി, ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നെ GS പേപ്പർ 2-3 എല്ലായിടത്തും വരും. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കരാർ ഇന്ത്യയും UK-യും തമ്മിൽ ഒപ്പുവെച്ചത്
ഇതൊരു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറാണല്ലേ, ഒരു FTA. അതെ. ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. അടിസ്ഥാനപരമായി ഇതൊരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ്. കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ UK ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 99% ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവ ഒഴിവാക്കും പൂർണ്ണമായിട്ടും. 99%? അത് വലുതാണല്ലോ. വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ തുണിത്തരങ്ങൾ, ലെതർ പ്രോഡക്ട്സ്, പിന്നെ വാഹനങ്ങളുടെ ഭാഗങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ഇതിൻ്റെയൊക്കെ കയറ്റുമതിക്ക് അതൊരു വലിയ ഒരു പുഷ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്? ഇന്ത്യ തിരിച്ച് UKയിൽ നിന്നുള്ള ഒരു 90% ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കും. 90%? അതെ. ഇതിലിപ്പോ സ്കോച്ച് വിസ്കി വരും, ബ്രിട്ടീഷ് കാറുകൾ, ചില ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വരും. പക്ഷെ ഒരു പ്രധാന കാര്യം, നമ്മുടെ കർഷകരുടെ താൽപ്പര്യം നോക്കിയിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങൾ പോലെയുള്ള വളരെ സെൻസിറ്റീവായ കാർഷിക മേഖലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം അത് ഒരുപാട് പേരെ ബാധിക്കുന്ന വിഷയമാണല്ലോ. തീർച്ചയായും. ശരി. അപ്പോൾ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനപ്പുറം വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ ഈ കരാറിൽ? ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട നേട്ടം ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ, അതായത് DCC സംബന്ധിച്ച ധാരണയാണ്. DCC അതെന്താണ്? അതായത് ഇപ്പോൾ UKയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ പ്രൊഫഷണൽസ് ഇല്ലേ, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ഏതെങ്കിലും ഒരു രാജ്യത്ത് അടച്ചാൽ മതിയാകും. ഒന്നുകിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ UKയിൽ. അത് കൊള്ളാമല്ലോ. വലിയൊരു ആശ്വാസമാകും അവർക്ക്. അതെ, സാമ്പത്തികമായി അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ കാറുകളുടെ കാര്യം എന്തായി? ഓട്ടോ ടാരിഫ് കട്ട്സ്, അതിനെപ്പറ്റി കേട്ടല്ലോ. അതാണ് ഇതിലെ മറ്റൊരു വലിയ നീക്കം. ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ട്രേഡ് ഡീലിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് തീരുവയിളവ് കൊടുക്കാൻ സമ്മതിക്കുന്നത്. അപ്പോ ബ്രിട്ടീഷ് കാറുകൾക്ക് വില കുറയുമോ? കുറയും. പക്ഷേ ഫുൾ ഓപ്പണിംഗ് അല്ല. ഒരു നിശ്ചിത എണ്ണം കാറുകൾക്ക് ഒരു കോട്ട ബേസിസിൽ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഇളവ് നടപ്പാക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ടെൻഡറുകളിൽ പങ്കെടുക്കാൻ UK കമ്പനികൾക്ക് അവസരം കൊടുക്കുന്നതും ഒരു പ്രധാന മാറ്റമാണ്. ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് അല്ലേ? അതെ, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് മേഖല ഒരു വിദേശ രാജ്യത്തിന് തുറന്നു കൊടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ശരി. അപ്പോൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കോർ കോൺസെപ്റ്റ്സ് ഒന്നുകൂടി ഉറപ്പിക്കാം. ഒന്ന്, ഈ FTA അല്ലെങ്കിൽ CTA ഇത് വെറും ഗുഡ്സ് ട്രേഡ് അല്ല. സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, IPR, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ഒക്കെ വരും. ശരിയാണ്. 2, താരിഫ് ലൈൻസ്. ഓരോ പ്രോഡക്റ്റിനും അതിന്റെ ടാക്സ് റേറ്റിനുമുള്ള ഒരു ലിസ്റ്റ്. 99% ലൈൻസിന് ഇളവ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിലെ 99% ഐറ്റംസിന് ടാക്സ് കുറയും അല്ലെങ്കിൽ ഇല്ലാതാകും. അതെ. 3, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ്. സർക്കാർ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന പ്രോസസ്. അത് UK കമ്പനികൾക്ക് തുറന്നുകൊടുക്കുന്നു. കൃത്യം. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ കരാർ ഇന്ത്യയുടെ ട്രേഡ് പോളിസി മാറുന്നതിന്റെ ഒരു സൂചനയാണ്, അല്ലേ? പണ്ട് നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവായിരുന്ന ഓട്ടോ സെക്ടർ, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ഒക്കെ നിയന്ത്രണങ്ങളോടെയാണെങ്കിലും തുറക്കാൻ തയ്യാറാവുന്നു. അപ്പോ ഈ മാറ്റം ഭാവിയിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളെ എങ്ങനെ ബാധിക്കും? യൂറോപ്യൻ യൂണിയൻ, US ഒക്കെ ആയിട്ട്. അതൊരു വെല്ലുവിളിയാണ്. ഇതൊരു മാതൃകയാകാം. അവര് ഒരുപക്ഷെ ഇതിലും കൂടുതൽ ഇളവുകൾ ചോദിച്ചേക്കാം. ഓഹോ. അപ്പോൾ ഇന്ത്യ അതിന് തയ്യാറെടുക്കണം. അതേസമയം ഇന്ത്യക്ക് നേട്ടങ്ങളുണ്ട്. കയറ്റുമതി കൂടും, പ്രൊഫഷണൽസിന് DCC വഴി ഗുണമുണ്ട്, സർവീസ് സെക്ടറിന് പുതിയ അവസരങ്ങൾ വരാം. എന്നാൽ വെല്ലുവിളികളും ഉണ്ടാവുമല്ലോ. തീർച്ചയായും. ഈ വാഹന ഇറക്കുമതി, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റിലെ മത്സരം, ഇതൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഒരു വെല്ലുവിളിയാകാം. പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒന്നായിരുന്നു IT പ്രൊഫഷണൽസിന്റെ വിസ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. അതിൽ വലിയ മുന്നേറ്റം ഈ കരാറിൽ കാണുന്നില്ല. ശരിയാണ്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുത്ത 5 വർഷത്തെ സംരക്ഷണം, അത് ദീർഘകാലത്തേക്ക് മതിയാകുമോ എന്നതും ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു ബാലൻസ് ഷീറ്റ്? ഇതിനൊരു മോഡേൺ ബാലൻസ്ഡ് കരാറെന്ന് പറയാം. 2 കൂട്ടർക്കും നേട്ടങ്ങളുണ്ട്, പക്ഷേ ചില വിട്ടുവീഴ്ചകളുമുണ്ട്. ഇതിന് ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ച് MSME, ഓട്ടോ, ഇവരൊക്കെ ഗ്ലോബൽ കോമ്പറ്റീഷന് വേണ്ടി സ്വയം ശക്തിപ്പെടണം. ആഭ്യന്തരമായിട്ടും മാറ്റങ്ങൾ വേണം, അല്ലേ? ലോജിസ്റ്റിക്സ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതെ. ആ കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാവണം. അപ്പോൾ ശരിക്കും ശ്രദ്ധ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന താൽപ്പര്യങ്ങൾ, അതായത് കൃഷി, ഡയറി പോലെയുള്ളവ,
അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇതിലും കോംപ്ലക്സ് ആയ ഡീലുകളിൽ എങ്ങനെ വിജയിക്കുന്നു എന്നതിലാണ് കാര്യം. ശരി. ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ചർച്ച ചെയ്ത ഈ പോയിന്റ്സൊക്കെ ഇന്ന് തന്നെ ഒന്നുകൂടി നോക്കുന്നത് ഓർമ്മയിൽ നിൽക്കാൻ നല്ലതാണ്. അപ്പോൾ പുതിയ വിഷയങ്ങളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.